എന്താ പരിപാടി? നല്ല ഇളക്കത്തിലാണല്ലോ. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഞാൻ കുറച്ചേ ട്രൂ സൊല്യൂഷൻ നല്ല ശുദ്ധമായ ഉപ്പുവെള്ളം. എന്താ ഈ ട്രൂ സൊല്യൂഷൻ? ഇപ്പൊ ഇതെന്താ പാല് പാലെന്തിനാ? ഇതെന്താന്നറിയോ? ചോക്ക് വെള്ളം. ചോക്ക് വെള്ളം എന്താ പിരാന്നുള്ള ചോക്ക് വെള്ളം ഒക്കെ ഉണ്ടാക്കാൻ? കാരണം അതെന്താന്നറിയോ, നമ്മൾ ബ്രെയിനിൽ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കേട്ട് മാത്രം പഠിക്കല്, ഇനി കണ്ടും അറിഞ്ഞും എന്ത് ചെയ്താൽ മതി പഠിക്കുക. അത് അടിപൊളി ഐഡിയ കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പരിപാടിയൊക്കെ അപ്പൊ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് എന്താണ് ട്രൂ സൊല്യൂഷൻ അഥവാ ശുദ്ധലായനി, അതേപോലെ തന്നെ എന്താണ് കൊളോയിഡ്, എന്താണ് നമ്മുടെ സസ്പെൻഷൻ, ഇത് പറഞ്ഞു കൊടുക്കാൻ വിചാരിച്ചു. എന്താ വ്യത്യാസം? വ്യത്യാസം എന്താ? ഇതിൽ നമുക്ക് കണികളോ ഇതിന്റെ പാർട്ടിക്കിൾസ് കണ്ണോണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഉപ്പുവെള്ളത്തിൽ കാണൂലല്ലോ. പാല് കാണോ? പിന്നെ പാലിലും കാണൂല. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിക്കിൾസ് നമുക്ക് കണ്ണോണ്ട് കാണാൻ പറ്റുന്നില്ലേ? എനിക്കും കാണാൻ പറ്റുന്നുണ്ട്, കണ്ണട വെച്ചോണ്ട്. പക്ഷേ അപ്പൊ ഇതിൽ എന്താ വ്യത്യാസം വെച്ചാല്, നമ്മൾ ഈ പദാർത്ഥങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ എന്ത് കാണിക്കുന്നുണ്ട്, ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയാൻ, എന്റെ ഫോണിൽ ഫ്ലാഷ് ഇല്ലേ, അത് നമ്മളൊന്ന് ഓൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചത്. അപ്പൊ ഞാന് നമ്മുടെ ഈ ശുദ്ധ പദാർത്ഥമാണ് ഈ ഫ്ലാഷിന്റെ മുകളിൽ വെക്കുന്ന വിചാരിച്ചോ. അപ്പൊ നമുക്ക് ഇതില് ലൈറ്റ് അവിടെ കാണാം, പക്ഷെ ലൈറ്റ് വരുന്ന പാത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് താഴെ ലൈറ്റ് ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, അതിന് കാരണം എന്താ വെച്ചാൽ ഇതില് പാർട്ടിക്കിൾസിന്റെ സൈസ് അത്രയും എന്തായതുകൊണ്ട് ചെറുതായത്. നമുക്ക് പാല് നോക്കാം. പാല് കൊളോയിഡ് ആണല്ലോ. അപ്പൊ നോക്കിയേ, കറക്റ്റ് ആയിട്ട് ഈ മോളിൽ നോക്കുമ്പോ നമുക്ക് എന്ത് കാണാൻ പറ്റും, അപ്പൊ ഈ ടിൻഡൽ എഫക്ട് കാണിക്കണമെങ്കിൽ പാർട്ടിക്കിൾസിന്റെ മിനിമം എന്ത് വേണം, ആ സൈസ് എവിടെ ഉണ്ട്, പാലിലുണ്ട്, കൊളോയിഡ്സിലുണ്ട്. അതിനേക്കാൾ കുറവായിരുന്നു അവിടെ അഥവാ ശുദ്ധലായനി. അതുകൊണ്ട് അത് എന്ത് ചെയ്തില്ല, പാത്ത് കാണിച്ചില്ല. നമുക്ക് പാത്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെ? ഇനി ഞാൻ ഇതേ സാധനം നമ്മുടെ ചോപ്പ് വെള്ളത്തിന്റെ അടിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലോ, നമുക്ക് ലൈറ്റ് ഇതിനകത്ത് പരന്നിട്ടുണ്ട്. കറക്റ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇതിനകത്ത് നമ്മുടെ ഡിസ്പോസിഷൻ വളരെയധികം എന്താണ് കൂടുതലാണ്. കണികൾ വളരെയധികം കൂടുതലാണ്. ഇതിനകത്ത് ആകെ എന്ത് ചെയ്യാണ്, പരക്കുകയാണ്. ഡിസ്പോസിഷൻ അല്ല കേട്ടോ, സ്കാറ്ററിംഗ് വളരെ. അപ്പൊ നമുക്ക് പാത്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റൂല. പക്ഷെ ലൈറ്റ് അതിനകത്ത് ആകെ എന്ത് ചെയ്യുന്നുണ്ട്, പരക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സ്കാറ്ററിംഗ് നടക്കണല്ലേ, ഡിസ്പെർഷൻ അല്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഏതിലെ കാണാൻ പറ്റുള്ളൂ, കൊളോയിഡ്സ്. ഇത് മാത്രല്ല, ഇപ്പൊ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചസാര വെള്ളത്തിലൊന്നും നമുക്ക് കണികൾ കാണുന്നില്ലല്ലോ. ഉപ്പ് വെള്ളം, ഞാൻ ഉപ്പ് വെള്ളമാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്, സൊല്യൂഷൻസ് ലായനികളാണ്. പഞ്ചസാര വെള്ളമാണെങ്കിലും എന്താണ്, ശുദ്ധ ലായനിയാണ്. പാല്, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് എന്താണ്, കൊളോയിഡാണ്. മഷി നമ്മൾ വെള്ളത്തിൽ കളിക്കല്ല, അത് കൊളോയിഡാണ്. കഞ്ഞി വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ചളി വെള്ളം, ഇതൊക്കെ സസ്പെൻഷൻ. അപ്പൊ ഈ കാര്യങ്ങൾ ഇപ്പൊ നമ്മളിത് നേരെ പറഞ്ഞു കൊടുക്കുമ്പോ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അത് കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ബ്രെയിനില് നമ്മൾ ഇനി ഇതേപോലെ കാണിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോണേ, പഠിപ്പിക്കാൻ പോണേ. അപ്പൊ ഇനി കേട്ട് മാത്രം പഠിക്കണ്ട, അറിഞ്ഞും കണ്ടും പഠിക്കാം. താങ്ക് യു.